നമുക്കൊരു ചുരുക്കുള്ള ഒരു മന്ത്രിയാണ് നമുക്ക് പലപ്പോഴും എപ്പോഴും കാണാൻ സാധിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഈ ചുരുക്കിൻ്റെയൊക്കെ ഒരു രഹസ്യം എന്ന് പറയുന്നത് യോഗ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് നമുക്കത് മന്ത്രിയോട് തന്നെ ചോദിച്ചറിയാമെന്നുള്ളതാണ്. ഈ ഒരു ചുരുക്കുള്ള മന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം യോഗ തന്നെയാണോ? നിശ്ചയമായും മുടങ്ങാതെ ഏതാണ്ട് കാൽനൂറ്റാണ്ട് കാലത്തോളമായി യോഗ ജീവിതത്തിൻ്റെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റാൽ രാവിലെ നടക്കുന്നതിന് ശേഷം യോഗ അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴേക്ക് നമ്മൾ മോർ എനർജറ്റിക് ആവും, നല്ല കോൺസെൻട്രേഷൻ കിട്ടും, നല്ല മെമ്മറി പവർ കിട്ടും. നമുക്ക് ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും വളരെ സമയത്തതയോടെ, സഹിഷ്ണുതയോടെ, സംയമനത്തോടെ അത് കൈകാര്യം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലെത്തും. അതിനെല്ലാം നമുക്ക് ശാരീരികമായ ഒരു ശാസ്ത്രീയമായ ഒരു ഘടന അനിവാര്യമാണ്. അത് കൃത്യമായി യോഗയിലൂടെ നമുക്ക് ലഭിക്കും. രാവിലെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കാൻ കഴിയും യോഗ കഴിയുമ്പോഴേക്ക്. യോഗ തീർന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് സമയം ഒരു നിശ്ചിത പോയിന്റിൽ നമ്മുടെ ദൃഷ്ടിയും മനസ്സും കേന്ദ്രീകരിച്ച് നമ്മൾ മനസ്സിനെ ആവാഹിക്കുന്നൊരു രൂപമുണ്ട്. അത് കൃത്യമായി നമ്മുടെ മനസ്സിനെ ഏത് വിഷയത്തിലും കേന്ദ്രീകരിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കുള്ള ദിശയാണ് അത് പകരുന്നത്. അപ്പോൾ പൊതുവിൽ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗനുകളെയും ചലിപ്പിക്കുന്ന ഏറ്റവും നല്ല വ്യായാമമുറ യോഗ തന്നെയാണ്. പ്രത്യേകിച്ച് സൂര്യനമസ്കാരം ചെയ്താൽ അത് 12 ആസനങ്ങൾ. ആ 12 ആസനങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് കൃത്യമായി അതിൻ്റെ സന്ദേശം എത്തിച്ചേരും. തിരക്കിനിടയിൽ എങ്ങനെയാണ് മിനിസ്റ്റർക്ക് ഇതിനൊക്കെ സമയം കണ്ടെത്താൻ കഴിയുന്നത്? അത് നമ്മൾ എല്ലാത്തിലും ഒരു ടൈം ടേബിളും ജീവിതം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അലക്ഷ്യമായി കാര്യങ്ങൾ പോകരുത്. എല്ലാത്തിലും സമയബന്ധിതമായി നമുക്ക് ഓരോ ദിവസവും രാവിലെ നടക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ പരിപാടി മുഴുവൻ പ്ലാൻ ചെയ്യും. യോഗ കഴിയുമ്പോഴേക്ക് അത് ടൈം ബൗണ്ടായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് പോകുമ്പോഴെല്ലാം നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസവും മനസാന്നിധ്യവും ഉറപ്പാക്കി അതിനെ നേരിടാൻ കഴിയുമെന്നുള്ള തരത്തിലേക്കുള്ള പ്രചോദനമെല്ലാം ഈ യോഗയിൽ നമുക്ക് ലഭിക്കുന്നു എന്നാണ് എൻ്റെ അനുഭവമാണ്. ഞാൻ മറ്റൊരു 4 നൂറ്റാണ്ടായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പ്രചോദനം ബാക്കിയുള്ള പാർട്ടി നേതാക്കളും അങ്ങനെ ആരിലൊക്കെ യോഗ ചെയ്യാറുണ്ടോ? ചെയ്യുന്നുണ്ട്. എനിക്ക് 3 വർഷം ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ധാരണ. എല്ലാവരെക്കുറിച്ചും എനിക്കറിയില്ല, ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. ഇപ്പോൾ മുമ്പത്തേക്കാളേറെ ഈ അകലെ യോഗാ ദിനം തന്നെ വന്നതോടുകൂടി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. ഞാനിതിനെല്ലാം മുമ്പ് തന്നെ നേരത്തെ തന്നെ ചെയ്തു വരുന്നതാണ്. ആദ്യം യോഗ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യ ഈ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ആളാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രചോദനമായിട്ടുണ്ട്. പിന്നീട് ഡോക്ടർ അജി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ കൂടെ തന്നെ പോയി ഞാൻ ശാസ്ത്രീയമായി പഠിക്കാൻ പോയിരുന്നു. അങ്ങനെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ യോഗ ചെയ്യുമായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായി ഡോക്ടർ കൂടെ പഠിച്ചതിന് ശേഷമാണ് കൃത്യമായി ഓരോ ഐറ്റം ആയിട്ട് ഓരോ ആസനത്തിനും ഓരോ ഗുണമാണുള്ളത്. അപ്പോൾ അത് ഓരോ തരത്തിലും ഇപ്പം എനിക്ക് മുമ്പുണ്ടായിരുന്ന ചില ശാരീരികമായ അസ്വസ്ഥതകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അലർജി ഉണ്ടായിരുന്നു, തുമ്മൽ. ആ തുമ്മൽ സ്ഥിരമായി യോഗ ചെയ്തതോടുകൂടി ഇപ്പോൾ ആ തുമ്മൽ അങ്ങനെ അനുഭവപ്പെടുന്നില്ല. വലിയ കഫക്കെട്ടുണ്ടായിരുന്നു. ഒരു 2-3 മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ കഫക്കെട്ട് വന്നിട്ട് പ്രസംഗിക്കാൻ പറ്റാത്തില്ല. അതെല്ലാം മാറി യോഗ കൃത്യമായി ചെയ്യുന്നതോടുകൂടി അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇപ്പോൾ അലട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഈ ടെമ്പറേച്ചർ തന്നെ വന്നിട്ട് എനിക്ക് തോന്നുന്നൊരു 10-15 വർഷമെങ്കിലുമായിട്ടുണ്ട് പനി പോലും മരുന്നില്ലാത്തൊരവസ്ഥ വരുന്നത്. അതേസമയത്ത് മറ്റ് ഷുഗർ പോലുള്ള കാര്യങ്ങൾ അത് നിയന്ത്രിക്കാൻ കഴിയുന്നത് യോഗ കൃത്യമായി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ പല രോഗങ്ങൾക്കും പ്രതിവിധിയും പ്രതിരോധവും തീർക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ചെസ്റ്റിനൊക്കെ വരുന്ന വലിയ ശ്വാസതടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ രാവിലെ നമ്മൾ ചെയ്യുന്ന അതിനുള്ള പ്രത്യേകിച്ചുള്ള ഈ എക്സർസൈസും പ്രാണായാമം പോലുള്ള യോഗയും അതിനേറെ സഹായകരമാണ്. ഏറ്റവും അവസാനമായി നമ്മൾ ചെയ്യുന്നത് പ്രാണായാമമാണ്. പ്രേക്ഷകരോടൊക്കെ നമുക്ക് പറയാനുള്ളത് യോഗ ചെയ്യണം എന്നുള്ളത്. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, എല്ലാവരും അവരവരുടെ രോഗം ഇപ്പം മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തണമെങ്കിൽ നിശ്ചയമായും ശരീരത്തെ ശാസ്ത്രീയമായി സംവിധാനം ചെയ്ത് മുന്നോട്ട് പോകണം, ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർക്ക് ലോങ് ലൈഫ് കിട്ടാൻ സഹായകരമായിരിക്കും യോഗ ചെയ്തു പോകാൻ. ഭക്ഷണത്തിന് ക്രമീകരണം ഉണ്ടാവും, ജീവിതത്തിൽ ക്രമീകരണം ഉണ്ടാവും, എല്ലാ അർത്ഥത്തിലും ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവും. നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്ന മാനസികാവസ്ഥയിലോട്ട് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരാളിൻ്റെ വ്യക്തി ജീവിതത്തിൽ, പൊതുജീവിതത്തിലെല്ലാം ഏറെ സ്വാധീനിക്കുന്ന ഘടകമാണ് യോഗ. അതുകൊണ്ട് ഞാൻ എൻ്റെ 4 നൂറ്റാണ്ട് കാലത്തെ അനുഭവത്തിൽ ഇത് ഒരിക്കലും മുടക്കാതെ കൊണ്ടുപോകുന്ന കാര്യമാണ്. മറ്റുള്ളവരോടത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങൾ മിക്കവാറും
ഭാര്യയും യോഗ ചെയ്യാറുണ്ട്, ഞാനും യോഗ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഗുണം ഞങ്ങൾ രണ്ടുപേരും അനുഭവിക്കാറുണ്ട്. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വരാൻ യോഗ നല്ലതാണ്. നിശ്ചയം ജീവിതത്തിന് എപ്പോഴും ഒരു അടുക്കും ചിട്ട എല്ലാവർക്കും വേണം. അലക്ഷ്യമായി ആരും, അത് പൊതുജീവിതമായിരുന്നാലും സ്വകാര്യ ജീവിതമായാലും എല്ലാത്തിലും അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ ലക്ഷ്യവും ആ ലക്ഷ്യബോധത്തിലെത്തണമെങ്കിൽ നിശ്ചയദാർഢ്യവും ഒപ്പം നമുക്ക് ആ കാര്യത്തിലെ കാര്യക്ഷമതയെല്ലാം വരണം. അതെല്ലാം ആർജിക്കാൻ സഹായിക്കുന്ന തരത്തിലേക്ക് യോഗമാകുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അത് തന്നെയാണ്. എന്തായാലും എത്ര തിരക്കുണ്ടെങ്കിലും മന്ത്രി ആ യോഗ ചെയ്യുന്നത് മുടക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് മുൻകൂട്ടി തന്നെ അതിനുള്ള സമയമൊക്കെ കണ്ടെത്തി അത് കൃത്യമായി എല്ലാ ദിവസവും യോഗ ചെയ്ത്, അതായത് നേരത്തെ നീറ്റിട്ടാണെങ്കിൽ പോലും കുറച്ച് രാവിലെ തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ നീറ്റ് അതിന് സമയം കണ്ടെത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ള അങ്ങനെയല്ലേ? രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ നടക്കാൻ പോകും. ചില ആളുകൾ ചോദിക്കും, ഞാൻ സാധാരണ ഈ തലയൊക്കെ ചിലപ്പോൾ മൂടി കെട്ടി മഞ്ഞടിക്കാതിരിക്കാൻ, അപ്പോൾ ചിലർ അതിനെപ്പോലും പരിഹസിക്കാറുണ്ട്. പക്ഷെ അതെവിടെയായിരുന്നാലും തലേ ദിവസം തന്നെ നടക്കാനുള്ള വഴിയും യോഗ ചെയ്യാനുള്ളത്, ഇപ്പം പിന്നെ വീട്ടിലല്ലാത്ത ദിവസങ്ങളിൽ ഫെസ്റ്റിവൽസിലോ മറ്റ് ദൂരത്ത് എവിടെയെങ്കിലും പോയി താമസിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ആണെങ്കിൽ തലേ ദിവസമേ ആ റൂമിൽ എവിടെ യോഗ ചെയ്യാൻ കഴിയും അതിൻ്റെ ചൗക്കാളവും വേണമല്ലോ കണ്ടുവയ്ക്കും. അപ്പോൾ അതെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ ആ പണി നടത്തിയിരിക്കും. അപ്പോൾ കൃത്യമായി അത് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത് ദിനചര്യ എന്ന് പറയുന്നത്. നമ്മൾ പല്ലും തേക്കാതെയും കുളിക്കാതെയും ഒരു കാര്യത്തിൽ ഒരു ദിവസം ഇറങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് യോഗ ചെയ്യാതെ ഒരു ദിവസം തുടങ്ങാൻ പറ്റില്ല. അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അസ്വസ്ഥതയായിരിക്കും. അത് തന്നെയാണ്, അത്തരത്തിൽ കൃത്യമായി എല്ലാ ദിവസവും യോഗ ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പോൾ പ്രേക്ഷകരോട് കൂടി മന്ത്രിക്ക് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങൾ യോഗ ചെയ്യൂ, അതോടൊപ്പം തന്നെ ഒരു അച്ചടക്കമൊക്കെ ഉണ്ടാക്കാൻ ജീവിതത്തിൽ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ യോഗ ചെയ്തു കുറച്ച് ആരോഗ്യം കൃത്യമായി സംരക്ഷിക്കൂ എന്നൊരു സന്ദേശം കൂടിയാണ് മന്ത്രി നമുക്ക് പങ്കുവെക്കുന്നത്. രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.